ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഷമ്മാടത്തിന്റെ പാട്ട് കേൾക്കുമ്പോൾ വേണ്ടപ്പെട്ട ആരോ ഒരാൾ കൂടെയുള്ള പോലെ തോന്നും. ഒരു പേടിയും തട്ടാതെ ചേർത്ത് പിടിക്കുന്ന പോലെ തോന്നും. രാധിക മോളെ, ഭക്ഷണം എങ്ങനെയുണ്ട് എന്ന് ഞാൻ ചോദിക്കുന്നില്ല കേട്ടോ. അഹങ്കാരാന്ന് കരുതണ്ട. ഞാൻ എന്തുണ്ടാക്കിയാലും അതിനൊരു പ്രത്യേക സ്വാദാണ്. എന്റെ പൊന്നു മോളെ അങ്ങ് സമ്മതിച്ചു കൊടുത്തേരെ, അല്ലെങ്കിൽ സ്വൈരം തരത്തില്ല. ജയന്തി, നീ വന്നേ, അവരവിടുന്ന് കഴിക്കട്ടെ. നീ വന്നേ, വാ വന്നേ. അല്ലെങ്കിൽ മാന്യന്മാരായിട്ട് ഇങ്ങനെ ഇടപെടുന്നത് പുള്ളിക്ക് ഇഷ്ടമല്ല. കഴിക്കാൻ സമ്മതിക്കത്തില്ല. ഞാൻ വന്നോളാം. എന്തുവാ നിന്റെ നാവ് വെറുതെ ഇരിക്കത്തില്ലേ? നീ ഇത് മൊത്തം കുളവാക്കുവോ? അയ്യോ, അതറിയാതെ എന്റെ വയന്ന് വന്നു പോയതാ. അപ്പൊ തന്നെ ഞാൻ തിരുത്തി കൃത്യമായി പറഞ്ഞല്ലോ. അതുകൊണ്ട് ഒരു സംശയവും തോന്നുന്നു. എന്തോ ഭാഗ്യം കൊണ്ട്. എന്നാലും എന്റെ രാമേട്ടാ, സ്വന്തം മോൾ അടുത്തിരിക്കുമ്പോ മോളെ അമ്മയെ വിളിക്കുന്ന കേട്ടോ, മേഡമൊന്നും. വല്ലാത്തൊരവസ്ഥ തന്നെയല്ലേ. ഈ അവസ്ഥ എന്താണെന്ന് മേഡം നമ്മളോട് പറഞ്ഞതല്ലേ? ഇത്രയും നാള് കൃത്യമായിട്ട് നമുക്ക് കാശ് അയച്ചു തരുന്ന ശ്യാമേടവും ശ്യാമേടത്തിന്റെ മോളും നമ്മളോടൊപ്പം ഉള്ളപ്പോ നമ്മൾ അവരെ പൊന്നുപോലെ നോക്കണം. ഞാനതേറ്റു. പൊന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒറ്റ കേട്ടിട്ടുന്നുണ്ടല്ലോ. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് മോൾ നന്നായിട്ടൊന്ന് ഉറങ്ങും. അപ്പൊ മോളൊന്ന് ഫ്രഷ് ആവും. ഇതുവരെ നടന്ന കാര്യങ്ങളൊന്നും ഇപ്പൊ ആലോചിച്ച് വിഷമിക്കാൻ നിൽക്കണ്ട. മോളെ ഞാനിവിടെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നതേ എല്ലാം മറക്കാനും കൂടി വേണ്ടിയാ. കുറച്ച് ദിവസം എല്ലാം അങ്ങ് മറന്നു കളയാം നമുക്ക്, കേട്ടോ? കഴിക്കും. മുത്തശ്ശി, ഞാനൊരു കാര്യം ചോദിച്ചാലേ സമ്മതിക്കോ? നീ പറ. അതെ, നാളെ ഞാനൊന്ന് ആറ്റുവശ്ശേരിയിലേക്ക് പോയിക്കോട്ടെ. എനിക്ക് അയാളൊന്ന് കാണാതെ അങ്ങോട്ട് പറ്റുന്നില്ല മുത്തശ്ശി. പോകുന്നത് അപകടോ, അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ നിന്റെ ഈ അവസ്ഥ കാണുമ്പോ ശരി, പോകുന്നുണ്ടെങ്കിൽ തന്നെ അവിടെ ആരും കാണാതെ അവളെ ചെന്ന് കണ്ടാ മതി. എങ്കിൽ ഞാനിപ്പോ രാത്രി പോട്ടെ മുത്തശ്ശി. വേണ്ട വേണ്ട, രാത്രി അവിടെ ചെന്നൊരു ബഹളം ഉണ്ടായ ഇവിടെ നിന്ന് ഒരു പടയെടുത്ത് എല്ലാവരും കൂടി ആറ്റുവാശ്ശേരിയിലേക്ക് പോവും. പിന്നെ എല്ലാവരുടെയും നടുവിൽ നിർത്തി വിചാരണ ചെയ്യും. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആർക്കും നഷ്ടപ്പെടാൻ ഒന്നുമില്ലടാ. എനിക്കും നിനക്കും മാത്രമേ ഉള്ളൂ. നീ ഒരു കാര്യം ചെയ്യ്. രാവിലെ ദേവനാരായണൻ തിരുമേനി അമ്പലത്തിലേക്ക് പോകുമല്ലോ. തിരുമേനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത് രാധികയാ. ആ നേരം അവൾ എഴുന്നേറ്റിട്ടുണ്ടാവും. അപ്പ പോയാ മതി. അവളെ കണ്ട് സംസാരിക്കാനും പറ്റും. ശരി മുത്തശ്ശി, ഞാനേ വെളുപ്പിനെ തന്നെ പോ. കണ്ടു കഴിഞ്ഞിട്ട് അപ്പ തന്നെ അവളെ കൂട്ടിക്കൊണ്ടുവരാമെന്നോ അതോ വേറെ എവിടെയെങ്കിലും പോയി കളയാമെന്നോ ഒന്നും കരുതരുത്. അവൾ അങ്ങനെ വരികയില്ല. ആരെങ്കിലും അറിഞ്ഞാലേ അത് വലിയ പ്രശ്നത്തിലേക്ക് കലാശിക്കൂ.
അങ്ങനൊന്നും ഉണ്ടാവില്ല. ദേ, ഞാൻ വാക്ക് പറയുന്നു. ആ ശരി, എങ്കി നീ നാളെ പൊയ്ക്കോ. മോളെ, മോളെന്താ ഉറങ്ങാത്തെ? ഉറക്കം വരുന്നില്ല. ഇത് പുതിയ സ്ഥലമായതുകൊണ്ടായിരിക്കും. നാളെ നേരം വെളുക്കുമ്പോൾ മോക്ക് ഈ സ്ഥലം നന്നായിട്ട് ഇഷ്ടപ്പെടും. നോക്ക്, എന്റെ മോള് പേടിക്കണ്ട. നിന്റെ നന്മയും ഭക്തിയും നിന്നെ സ്നേഹിക്കുന്നവരെ തിരിച്ചറിയാൻ പോകുന്നേ ഉള്ളൂ. കുറച്ചു ദിവസം കഴിയുമ്പോൾ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും. ഞാനല്ലേ പറയുന്നത്? മാഡം പോയി കിടന്നോളൂ, ഞാൻ ഇറങ്ങിക്കോളാം. ഇന്ന് ഞാൻ എൻ്റെ മോളുടെ കൂടെ കിടക്കുന്നു. വേണ്ട, മാഡം പോയിക്കോളൂ. ഞാൻ എന്തായാലും തീരുമാനിച്ചു കഴിഞ്ഞു. എൻ്റെ മോളുടെ കൂടെ ഉറങ്ങുന്നത് എനിക്കൊരു സമാധാനം. ഉറക്കത്തിന് അമ്മ നല്ലൊരു കൂട്ട് തരട്ടെ. ഇത് ശ്യാമയുടെ പാട്ടാ. ഒരമ്മ മോളെ പാടി ഉറക്കുന്ന പാട്ട്. ഇഷ്ടായോ മോക്ക്? ശ്യാമ മാഡത്തിന്റെ പാട്ട് കേൾക്കുമ്പോ വേണ്ടപ്പെട്ട ആരോ ഒരാൾ കൂടെയുള്ള പോലെ തോന്നും. ഒരു പേടിയും തട്ടാതെ ചേർത്ത് പിടിക്കുന്ന പോലെ തോന്നും.